ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്ന് ഷമാം വെച്ചിട്ടുള്ള ഒരു ജ്യൂസാണ് തയ്യാറാക്കിയെടുക്കുന്നത്. വളരെ വെറൈറ്റി ആയിട്ടാണ് ഈ ജ്യൂസ് തയ്യാറാക്കിയെടുക്കുന്നത്. ഷമാം ഈ രീതിയിൽ ജ്യൂസാക്കിയെടുത്താൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ ജ്യൂസിന്. അതിന് വേണ്ടിയിട്ട് ഷമാം പകുതി ഭാഗത്തോളം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. ഒരുപാട് അങ്ങ് ചെറിയ പീസാക്കിയൊന്നും വേണ്ട, ഈ വലിപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി ഒരു 10 കാഷ്യൂനട്ട്സോളം കാണും. ഇത് വെള്ളത്തിൽ കുതിർത്തെടുത്തിട്ടുള്ളതാണ് 1 മണിക്കൂറിന് മുന്നേ. ഇനി 1 കപ്പ് പാല്, തണുത്ത പാലാണ് എടുത്തിട്ടുള്ളത്, അത് ചേർത്ത് കൊടുക്കാം. ഐസ്ക്രീം എടുത്തിട്ടുണ്ട്. വാനില ഫ്ലേവേർഡ് ഐസ്ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഏതെങ്കിലും ഐസ്ക്രീം ഉപയോഗിച്ചാൽ മതി. ഒരു ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണോളം പഞ്ചസാര. 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും ഇതിന്. ഇത് നന്നായിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജ്യൂസാണ്. പാൽപ്പൊടിയും ഐസ്ക്രീമും ഒക്കെ ചേർന്നത് കൊണ്ട് തന്നെ ഇതിന് വളരെ ടേസ്റ്റാണിത്. ഇതിലേക്ക് ഇനി സബ്ജ സീഡ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ ഐസ് ക്യൂബ്സും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനകത്തേക്ക് നട്ട്സ് വേണമെങ്കിൽ ഡ്രൈ നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.